കഥയാരംഭിക്കുന്നത് 1966 സൗത്ത് കാലിഫോർണിയയിൽ ഒരു പയ്യൻ ജീവിച്ചിരുന്നു. റിച്ചാർഡ് എന്നായിരുന്നു അവന്റെ പേര്. അവന്റെ ഫാമിലി മെക്സിക്കോയിൽ നിന്ന് പലായനം ചെയ്ത് അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. അവിടെ ഒരു വൈൻയാർഡിലായിരുന്നു അവന്റെ അച്ഛന് ജോലി. അച്ഛൻ മുഴുക്കുടിയനാണ്. താഴേക്കിടയിൽപ്പെട്ട അവനെ സ്കൂളിലെത്തിയാൽ ബുള്ളികൾ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അവന്റെ ഭക്ഷണം പോലും തട്ടിത്തെറിപ്പിച്ചു കളയും, പ്രത്യേകിച്ചും അവർ സ്ഥിരമായി കഴിക്കുന്ന ബറീട്ടോ പോലും. പക്ഷേ എന്നാലും റിച്ചാർഡ് അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. അടുത്ത ദിവസവും അവൻ സ്കൂളിൽ പോകും. സ്കൂളിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അടുത്ത ദിവസം താൻ ഇഷ്ടപ്പെടുന്ന സ്കൂളിലെ ഒരു പെൺകുട്ടിക്ക് കൂടി ബറീട്ടോ പാക്ക് ചെയ്തായിരുന്നു അവൻ പോയത്. ബുള്ളീസ് അവിടെയും എത്തി. അവനെ ചൊടിപ്പിക്കാൻ ബറീട്ടോ എടുത്ത് കടിച്ചു. അതോടെ അതിന്റെ ടേസ്റ്റ് അവർക്ക് നന്നായി അങ്ങ് പിടിച്ചു. അതോടെ ബറീട്ടോ വേണമെന്നായി അവർ. റിച്ചാർഡ് വിട്ടുകൊടുക്കുമോ, പണം തന്നാലേ ബറീട്ടോ തരൂ എന്ന മട്ടിൽ അവനും ഉറച്ചു നിന്നു. ഒടുവിൽ ബുള്ളീസ് പണം കൊടുത്ത് ബറീട്ടോ വാങ്ങി. അതിന്റെ രുചി അത്രമേൽ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ചെറിയ സ്പൈസൊക്കെയുള്ള വ്യത്യസ്തമായൊരു ബറീട്ടോ ആയിരുന്നു അത്. പിന്നെ അങ്ങോട്ടേക്ക് അവനത് ഒരു കച്ചവടമാക്കി മാറ്റി. സ്കൂളിൽ ബറീട്ടോ വിൽപ്പന ആരംഭിച്ചു. കുട്ടിക്കാലത്തെ അത്യാവശ്യം പണം അതിലൂടെ സമ്പാദിക്കാൻ അവന് സാധിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, അവൻ ആഗ്രഹിച്ച പോലെ തന്റെ കൂട്ടുകാരിക്കൊപ്പം ചോക്ലേറ്റ് കഴിക്കാനും ഐസ്ക്രീം കഴിക്കാനും ഒക്കെ ആ പണം കൊണ്ട് അവന് സാധിച്ചു. അങ്ങനെയിരിക്കെ ഒരിക്കൽ കയ്യിൽ സമ്പാദിച്ച കുറച്ചധികം പണവുമായി അവനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി. ചോക്ലേറ്റ് വാങ്ങാനായിരുന്നു അവന്റെ ശ്രമം. പക്ഷേ ആ സമയം അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ കയ്യിൽ അത്രയും പണം, അതും പ്രത്യേകിച്ച് ലാറ്റിനോ പശ്ചാത്തലമുള്ള, അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കുടിയേറി അമേരിക്കയിലേക്ക് എത്തിയ കുടിയേറ്റക്കാരന്റെ കയ്യിൽ അത്രയും പണം കണ്ടതും പോലീസ് സംശയിച്ചു. അവനെ പിടികൂടി. താൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണത് എന്ന് റിച്ചാർഡ് പറഞ്ഞിട്ടും പോലീസ് അത് ചെവികൊണ്ടില്ല. വംശീയ വേർതിരിവുകളും വർണ്ണവിവേചനവും ഒക്കെ നിലകൊള്ളുന്ന കാലമാണ്. അന്നൊക്കെ മെക്സിക്കോയിൽ നിന്ന് കുടിയേറുന്നവരുടെ പേരിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ലെങ്കിലും കേസുകൾ കെട്ടിവെക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും റിച്ചാർഡ് ജയിലിലായി. ആ ജീവിതം പിന്നീട് അവനെ ഒരു ഗ്യാങ്സ്റ്റർ ആവുന്നതിലേക്ക് നയിച്ചു. ചെറിയ മോഷണവും മറ്റ് കച്ചവടങ്ങളുമൊക്കെയായി റിച്ചാർഡ് ഒരു സംഘത്തിന്റെ കൂടെയായിരുന്നു. റിച്ചാർഡിന്റെ കൂടെ പണ്ട് റിച്ചാർഡ് ഇഷ്ടപ്പെട്ടിരുന്ന ആ പെൺകുട്ടിയും അപ്പോൾ ഉണ്ടായിരുന്നു. റിച്ചാർഡിന്റെ ഗേൾഫ്രണ്ടായവൾ മാറിയിരുന്നു. ജൂഡി എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. അങ്ങനെ റിച്ചാർഡിന്റെ ആ ജീവിതം കുറച്ചുനാൾ മുമ്പോട്ട് തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ജൂഡി ഗർഭിണിയായി. അതോടെയാണ് തന്റെ ഈ ജീവിതം ഇങ്ങനെ തുടർന്നാൽ പോരാ, മറ്റെന്തെങ്കിലും ചെയ്യണം എന്ന് റിച്ചാർഡിന് ബോധോദയമുണ്ടാകുന്നത്. അത്തവണ ഒരു കേസിൽപ്പെട്ട് റിച്ചാർഡ് കോടതിക്ക് മുമ്പിൽ എത്തിയപ്പോൾ നിന്റെ ജീവിത രീതി മാറ്റൂ എന്ന് ജഡ്ജ് റിച്ചാർഡിനോട് പറഞ്ഞു. റിച്ചാർഡിനും അത് വേണമെന്ന് തോന്നിയിരുന്നു. ജൂഡിയെ വിവാഹം കഴിച്ച റിച്ചാർഡ് ജയിലിൽ നിന്നിറങ്ങി തിരുത്തി ജീവിക്കാൻ ആരംഭിച്ചു. പക്ഷേ ആദ്യകാലങ്ങൾ വളരെയധികം കഷ്ടത നിറഞ്ഞതായിരുന്നു. മയക്കുമരുന്ന് വിൽക്കുന്ന തന്റെ സുഹൃത്തുക്കളിൽ നിന്നും റിച്ചാർഡ് അകലം പാലിച്ചു. വർഷം 1982 ആയപ്പോഴേക്കും റിച്ചാർഡിനും ജൂഡിക്കും മറ്റൊരു കുട്ടി കൂടി ജനിച്ചു കഴിഞ്ഞിരുന്നു. ജീവിതം അപ്പോഴും ബുദ്ധിമുട്ടിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു ഇലക്ട്രീഷ്യനായിട്ടായിരുന്നു റിച്ചാർഡ് അപ്പോൾ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ജൂഡി ഒരു ഷോപ്പ് കീപ്പറായി ജോലി നോക്കുന്നുണ്ട്. അതുകൂടി ചേർത്താണ് കുടുംബം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നാളുകൾ കഴിയുന്തോറും ചിലവുകൾ കൂടി വരുന്നു. എങ്ങനെയെങ്കിലും മുമ്പോട്ട് ജീവിക്കണമല്ലോ, മറ്റെന്തെങ്കിലും വഴി നോക്കാൻ തന്നെ റിച്ചാർഡ് തീരുമാനിച്ചു. സഹായം ചോദിച്ച് റിച്ചാർഡ് തന്റെ പാരന്റ്സിന്റെ വീട്ടിലെത്തി. പക്ഷെ അവർ റിച്ചാർഡിനെ അപമാനിച്ചു വിടുകയായിരുന്നു ചെയ്തത്. റിച്ചാർഡും അച്ഛനും തമ്മിൽ നേരത്തെ മുതലേ നല്ല ബന്ധമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഹായം ചോദിച്ചു ചെന്നതും റിച്ചാർഡിന് നല്ല രീതിയിൽ ശകാരവും അപമാനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒടുവിൽ നിവൃത്തികെട്ട് വീണ്ടും മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ റിച്ചാർഡ് തീരുമാനിച്ചു. അതിനായി പഴയ ഗ്യാങ്ങിനെ കാണുവാൻ റിച്ചാർഡ് പോയി. ആ സമയമായിരുന്നു പഴയ ഗ്യാങ് ലീഡർ ടോണിയെ റിച്ചാർഡ് കാണുന്നത്. കാര്യം പറഞ്ഞപ്പോ അതൊന്നും വേണ്ടടാ, തെരുവിലേക്കിനി പോവരുത്, നിന്റെ ഫാമിലി ഓർത്തെങ്കിലും നീ അത് ചെയ്യരുത് എന്ന മട്ടിൽ ടോണി അവനോട് സംസാരിച്ചു. ടോണി തന്റെ പഴയകാലമൊക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. റിച്ചാർഡ് അതോടെ ടോണിക്കടുത്ത് തനിക്കും അവിടെ എന്തെങ്കിലും ജോലി ശരിപ്പെടുത്തി തരാമോ എന്ന മട്ടിൽ തിരക്കി. അടുത്ത ദിവസം ജോബ് ആപ്ലിക്കേഷനുമായി തന്റെ ജോലി സ്ഥലത്തേക്ക് വരാൻ ടോണി റിച്ചാർഡിനോട് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ആപ്ലിക്കേഷൻ ഒക്കെയായി റിച്ചാർഡ് നേരെ ടോണിക്കടുത്തെത്തി. ഫ്രീറ്റോലെ എന്ന് പറയുന്ന ഒരു ഫുഡ് കമ്പനിയായിരുന്നു അത്. നമ്മളിന്ന് കാണുന്ന ചീറ്റോസും ലേസും ഡൊറിറ്റോസും ഒക്കെ ഉണ്ടാക്കുന്ന അതേ കമ്പനി തന്നെ. റിച്ചാർഡ് പൂരിപ്പിച്ചു കൊണ്ടുവന്ന ഫോം അവിടെ പറ്റില്ലായിരുന്നു. കമ്പനിയുടെ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ റിച്ചാർഡിനോട് ആവശ്യപ്പെട്ടു. റിച്ചാർഡിന് അതെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. റിച്ചാർഡ് അങ്ങനെ വീട്ടിലെത്തി. ജൂഡിയായിരുന്നു അത് ഫില്ല് ചെയ്യാൻ റിച്ചാർഡിനെ സഹായിച്ചത്. പക്ഷേ ജൂഡി അത് ഫിൽ ചെയ്തപ്പോ റിച്ചാർഡ് സാൻഡോ എന്നു പേരുള്ള അത്യാവശ്യം ഫേമസ് ആയ ഒരു സ്കൂളിലെ ഹൈസ്കൂൾ അലൂമിനിയാണ് അവൻ എന്ന മട്ടിൽ കുറിച്ചിരുന്നു. നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു അത്. കമ്പനിയിലെ ആർക്കും റിച്ചാർഡ് ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവില്ലെന്നും അതോർത്ത് വറി ചെയ്യണ്ട എന്നും ജൂഡി പറഞ്ഞിരുന്നു.
അടുത്ത ദിവസം പൂരിപ്പിച്ച അപേക്ഷയുമായി റിച്ചാർഡ് HR-ന്റെ മുമ്പിൽ എത്തിച്ചേർന്നു. നിർഭാഗ്യവശാൽ ആ HR ആകട്ടെ അവൻ ഹൈസ്കൂൾ അലൂമിനിയാണ് എന്നെഴുതിയിരുന്ന അതേ സ്കൂളിലെ തന്നെ ഒരു അലൂമിനിയായിരുന്നു. റിച്ചാർഡിനാണെങ്കിൽ മര്യാദക്ക് കള്ളം പറയാനും അറിയില്ല. ഒടുവില് റിച്ചാർഡുള്ള സത്യങ്ങൾ തന്നെ HR-നോട് തുറന്നു പറഞ്ഞു. ഒടുവില് റിച്ചാർഡിന് ജോലി കിട്ടില്ല എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി. HR പോവാൻ നേരം റിച്ചാർഡ് ഒന്നുകൂടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി തരാമോ എന്ന മട്ടി ചോദിച്ചു. കമ്പനിയിൽ തൂപ്പുകാരന്റെ വേക്കൻസി ഉണ്ടായിരുന്നു. ഒരു തൂപ്പുകാരന് ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലെന്താ ഇല്ലെങ്കിലെന്താ, അവനിവിടെ വേറെ എന്ത് മാറ്റം വരുത്താനാ എന്ന് ചിന്തിച്ച് HR അവിടത്തെ തൂപ്പുവേല റിച്ചാർഡിന് കൊടുക്കുകയാണ്. മാത്രമല്ല മെക്സിക്കൻസ് ഒക്കെയും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ് എന്നൊരു ബോധം ആ സമയത്ത് അവിടെയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ റിച്ചാർഡിന് കമ്പനിയിലെ തൂപ്പുകാരനായി ജോലി കിട്ടി. വളരെയധികം സന്തോഷത്തോടെ അടുത്ത ദിവസം കമ്പനി യൂണിഫോം ഒക്കെ ധരിച്ച് റിച്ചാർഡ് കമ്പനിയിലേക്ക് ജോലിക്ക് പുറപ്പെട്ടു. കുടിയേറ്റക്കാരനായ റിച്ചാർഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വലിയ കമ്പനിയിൽ അത്തരമൊരു ജോലി ലഭിക്കുക എന്നത് പോലും വളരെയധികം അഭിമാനമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. റിച്ചാർഡ് അങ്ങനെ ഫാക്ടറിക്കകത്തെത്തി. സ്നാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ വലിയൊരു ഫാക്ടറി ആയിരുന്നു അത്. അവിടുത്തെ ആ വലിയ ഫാക്ടറി സൗകര്യങ്ങളും മെഷീനറീസും ഒക്കെ കണ്ട് റിച്ചാർഡിന് വളരെയധികം കൗതുകവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. റിച്ചാർഡിന് പൊതുവെ മെഷീൻസിലും ഇലക്ട്രോണിക്സിലും ഒരുപാട് താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ പഠിക്കണമെന്ന ആഗ്രഹവും പതിയെ പതിയെ റിച്ചാർഡിൽ ഉയർന്നു വരാൻ ആരംഭിച്ചു. ഒരിക്കൽ തൂപ്പുവേല ചെയ്യുന്നതിനിടയിൽ ഒരു മെഷീൻ ഓപ്പറേറ്ററുടെ അടുത്ത് ചെന്ന് തന്റെ മെഷീനെ പറ്റിയുള്ള സംശയങ്ങളും മറ്റു കാര്യങ്ങളും റിച്ചാർഡ് ചോദിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ആ ഓപ്പറേറ്റർ ആകട്ടെ നീ നിന്റെ ജോലി ചെയ്താൽ മതി എന്ന മട്ടിലായിരുന്നു റിച്ചാർഡിനോട് പറഞ്ഞത്. റിച്ചാർഡിനെന്ന് വലിയ ദേഷ്യം വന്നിരുന്നു. പക്ഷേ അവൻ ശാന്തനായി തുടർന്നു. പിന്നീട് ഒരിക്കലാണ് റിച്ചാർഡിന് മുമ്പിലേക്ക് ഒരു അവസരം വരുന്നത്. റിച്ചാർഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ലാരൻസ് ബേക്കർ എന്നു പേരുള്ള ഒരു ഓപ്പറേറ്ററെ മീറ്റ് ചെയ്തു. ക്ലാരൻസിനടുക്കൽ മെഷീൻസിനോടുള്ള തന്റെ താല്പര്യവും അതിലെ സംശയങ്ങളുമൊക്കെ റിച്ചാർഡ് എടുത്തു ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നേരത്തെ സംസാരിച്ച വ്യക്തിയെപ്പോലായിരുന്നില്ല ക്ലാരൻസ്. ക്ലാരൻസ് ഒരു കറുത്ത വംശജനായിരുന്നു. റിച്ചാർഡിന്റെ പഠിക്കാനുള്ള ആർജവും മറ്റും ക്ലാരൻസ് റെസ്പെക്ട് ചെയ്തു. തനിക്കാകെ അറിയാവുന്നത് താൻ മെഷീൻസിനെ പറ്റി സ്വയം പഠിച്ച കാര്യങ്ങളാണ് എന്ന് ക്ലാരൻസ് അവനോട് പറഞ്ഞു. തുടർച്ചയായി റിച്ചാർഡ് ഓരോ ചോദ്യങ്ങൾ ക്ലാരൻസിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ടോണി വന്നത്. ടോണി ചോദ്യം ചോദിക്കുന്നതിൽ നിന്നും അവനെ തടഞ്ഞു. തന്റെ കൂട്ടുകാരന്റെ അറിവില്ലായ്മയ്ക്ക് ക്ഷമിക്കണം എന്നും ക്ലാരൻസിനോട് പറഞ്ഞു. കഫറ്റീരിയയിലെത്തി ടോണി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴായിരുന്നു ചില കാര്യങ്ങൾ റിച്ചാർഡിന് മനസ്സിലാവുന്നത്. താഴേക്കിടയിലുള്ള എംപ്ലോയീസായ റിച്ചാർഡിനെ പോലുള്ളവർ ഹൈ ക്ലാസ് എംപ്ലോയീസിനോട് നേരിട്ട് സംസാരിക്കാൻ പാടില്ല. ചിലപ്പോ ജോലി തന്നെ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ ക്ലാരൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാരൻസ് ആയിരുന്നു ഈ കമ്പനിയിലെ ബെസ്റ്റ് മെഷീൻ ഓപ്പറേറ്റർ. ഇവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും സീനിയർ. ഏതാണ്ട് 15 കൊല്ലത്തെ കരിയർ ഉണ്ട്. പക്ഷേ വർണ്ണവിവേചനം കാരണം ഇതുവരെ പ്ലാൻ മാനേജറായി അയാൾക്കാരും പ്രൊമോഷൻ കൊടുത്തിട്ടില്ല. അതൊക്കെ കേട്ടതും റിച്ചാർഡ് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവാൻ കൂട്ടാക്കിയില്ല. കൂടുതലായി മെഷീൻസിനെ പറ്റി പഠിക്കണം എന്നേ അവന് തോന്നിയുള്ളൂ. കാര്യം ഒരു തൂപ്പുകാരന്റെ ജോലിയിൽ അവൻ തൃപ്തനായിരുന്നെങ്കിൽ കൂടിയും എല്ലാ കാലവും അതുപോലെ തുടരരുത് എന്നവനുണ്ടായിരുന്നു. പെപ്സിക്കോയുടെ CEO ആയ റോജർ എൻട്രിക്കോയെ പോലെ ആകണം എന്നവൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഫ്രീറ്റോലെ കമ്പനി പെപ്സിക്കോയുടെ അണ്ടറിലായിരുന്നു വന്നിരുന്നത്. റിച്ചാർഡ് തന്റെ ശ്രമങ്ങൾ തുടർന്നു. ക്ലാരൻസിനെ കണ്ട് ക്ലാരൻസിന് ഒരു സ്പെഷ്യൽ മെക്സിക്കൻ ഫുഡ് അവൻ ഉണ്ടാക്കി കൊടുത്തു. പതിയെ പതിയെ ക്ലാരൻസിനോട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ക്ലാരൻസിന് റിച്ചാർഡിന്റെ ഉദ്ദേശമൊക്കെ വ്യക്തമായിരുന്നു. ജീവിതത്തിൽ നല്ല നിലയിലേക്ക് എത്തിപ്പെടണം എന്ന് കരുതി പരിശ്രമിക്കുന്നത് തെറ്റല്ലല്ലോ. റിച്ചാർഡിനെ പഠിപ്പിച്ചു കൊടുക്കാനും ക്ലാരൻസിന് സമ്മതമേ ഉണ്ടായിരുന്നുള്ളൂ. തന്റെ ശിഷ്യനായി ക്ലാരൻസ് റിച്ചാർഡിനെ ഏറ്റെടുത്തു. ക്ലീനിംഗ് ചെയ്യുന്നതിന്റെ ഇടവേളകളിലും ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും റിച്ചാർഡ് കമ്പനിയിൽ തുടർന്നു. ക്ലാരൻസിനൊപ്പം കൂടുതലായി പഠിച്ചുകൊണ്ടേയിരുന്നു. എന്തിനേറെ പറയുന്നു, ജോലിയിലെ ആത്മാർത്ഥത കൊണ്ടും അവന്റെ ആ ഉത്സാഹം കൊണ്ടും അവിടുത്തെ എംപ്ലോയി ഓഫ് ദ മന്ത് ആവാൻ വരെ റിച്ചാർഡിന് ആ സമയത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ജീവിതം എപ്പോഴും അത്ര സ്മൂത്ത് ആയിരിക്കില്ലല്ലോ. ആ സമയത്താണ് US പ്രസിഡന്റായി റൊണാൾഡ് റീഗൻ കടന്നു വരുന്നത്. US-ൽ സാമ്പത്തിക മാന്ദ്യം മലയടിച്ച സമയം. പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിനപ്പുറം സർവൈവ് ചെയ്യാൻ സാധിക്കുക എന്നത് തന്നെ വലിയ കാര്യമായൊരു സമയമായിരുന്നു അത്. നിരവധി പേരെ കമ്പനി പിരിച്ചുവിട്ടിരുന്നു. ആ കൂട്ടത്തിൽ റിച്ചാർഡിനെ അങ്ങോട്ടേക്ക് എത്തിച്ച റിച്ചാർഡിന്റെ കൂട്ടുകാരൻ ടോണി അടക്കം പെടും. പക്ഷേ അപ്പോഴും എംപ്ലോയി ഓഫ് ദ മന്തൊക്കെ ആയതുകൊണ്ടാകണം റിച്ചാർഡിന് സർവൈവ് ചെയ്യാൻ സാധിച്ചു. 1982 തൊട്ട് 1992 വരെയുള്ള കാലഘട്ടത്തിൽ റിച്ചാർഡ് കുറച്ചധികം അനുഭവിച്ചു. ഒരു തൂപ്പുകാരന്റെ റോളിൽ അവിടെ തന്നെ അങ്ങനെ തുടരേണ്ടി വന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലും റിച്ചാർഡ് ഒരുപാട് നിരാശനായില്ല. ജോലിക്കാരുടെ കുറവ് നികത്താൻ മറ്റു പല ഡിവിഷനിലും അവിടുത്തെ ജോലിക്കാരെ റിച്ചാർഡ് സഹായിച്ചു. ഒരിക്കൽ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ റിച്ചാർഡ് ഒരു കാര്യം ശ്രദ്ധിച്ചു. അവരുടെ പ്രൊഡക്റ്റുകൾ കൂടുതലായും പൂർണ്ണമായും വാങ്ങുന്നത് പൂർണ്ണമായും വെള്ളക്കാരായ അമേരിക്കക്കാർ മാത്രമാണ്. അവർക്ക് മാത്രമേ കമ്പനി ഉണ്ടാക്കുന്ന ഫ്ലേവറുകൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. പക്ഷേ കമ്പനിയുടെ കാര്യം ഇതേ സമയം മറ്റൊരു ദിശ
ദിശയിലേക്ക് തിരിഞ്ഞിരിക്കുകയായിരുന്നു. സാമ്പത്തിക മാന്ദ്യവും മറ്റും കൊണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴേക്ക് പതിക്കാൻ ആരംഭിച്ചു. കമ്പനി വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടാനും തുടങ്ങി. എംപ്ലോയീസ് അടക്കം എപ്പോൾ ജോലി തെറിക്കും എന്ന മട്ടിൽ പാനിക്കായിരുന്ന സമയം. ആ സമയത്താണ് പെപ്സിക്കോയുടെ സിഇഒ റോജർ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നത്. മോട്ടിവേഷണൽ വീഡിയോ എന്ന മട്ടിലായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത്. എല്ലാ ഫാക്ടറികളിലും അത് പ്രദർശിപ്പിക്കണം, എംപ്ലോയീസ് കാണണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ റിച്ചാർഡിന്റെ ഫാക്ടറിയിൽ വീഡിയോ വെച്ചപ്പോ അധികമാരുമൊന്നും അത് കാണാൻ നിൽക്കാതെ പിരിഞ്ഞുപോയി. റിച്ചാർഡ് മാത്രം ആ വീഡിയോ കണ്ടിരുന്നു. അതിൽ സിഇഒ റോജർ പറഞ്ഞതാകട്ടെ, എല്ലാ എംപ്ലോയീസും ക്ഷമയോടെ തുടരണമെന്നും അവരവരെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്നും ഒരു സിഇഒ പോലെ ആലോചിച്ച് കമ്പനിയുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും ഇൻപുട്ട് നൽകാനുണ്ടെങ്കിൽ അത് നൽകണമെന്നുമായിരുന്നു. ആ വീഡിയോ റിച്ചാർഡിനെ സത്യത്തിൽ വല്ലാതങ്ങ് മോട്ടിവേറ്റ് ചെയ്തു. കമ്പനിയെ സംരക്ഷിക്കാൻ, നിലനിർത്താൻ, ജോലി സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന മട്ടിലൊക്കെ റിച്ചാർഡ് ചിന്തിക്കാൻ തുടങ്ങി. അന്ന് ഉച്ചതിരിഞ്ഞ് റിച്ചാർഡ് തന്റെ മക്കളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയിരുന്നു. റിച്ചാർഡിന്റെ മൂത്ത മകൻ മറ്റൊരു പയ്യനുമായി ഒരു ഫൈറ്റ് ഉണ്ടാക്കി. അവൻ ലാറ്റിനോ ഫുഡാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞ അവിടുത്തെ പയ്യന്മാർ അവനെ കളിയാക്കിയപ്പോഴായിരുന്നു ഫൈറ്റ് നടന്നത്. പക്ഷേ റിച്ചാർഡിന്റെ ഇളയ മകനാകട്ടെ അതിലൊരു പ്രശ്നമേ തോന്നിയില്ല. ഒരു ലാറ്റിനോ ആയതിൽ അവൻ അഭിമാനിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് ലാറ്റിനോ ഭക്ഷണങ്ങളാണ്. അതിന്റെ ടേസ്റ്റും അവനൊരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് മക്കളെ കൂട്ടി റിച്ചാർഡ് ലാറ്റിനോ ഭക്ഷണം കഴിക്കാൻ പോയി. പൊതുവെ ലാറ്റിനോ ഭക്ഷണം കുറച്ചധികം സ്പൈസ് ഉള്ളതാണ്. എരിവും മറ്റ് വ്യഞ്ജനങ്ങളുമൊക്കെ അതിലുണ്ടാകും. പ്രത്യേകിച്ചും റിച്ചാർഡിന്റെ ഇളയ മകന് അതായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോഴാണ് റിച്ചാർഡ് ഒരു ആശയം ആലോചിക്കുന്നത്. കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ പൂർണ്ണമായും എത്തുന്നത് വെള്ളക്കാരിലേക്ക് മാത്രമാണ്. ലാറ്റിനോ പശ്ചാത്തലമുള്ളവരാരും അതിലേക്കധികം എത്തിയിട്ടില്ല. അമേരിക്കയിലെ ലാറ്റിനോ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പൈസ അടങ്ങിയ ഭക്ഷണമാണ് അവർക്കേറെ പ്രിയപ്പെട്ടത്. അങ്ങനാണെങ്കിൽ അത്തരത്തിലൊരു ഫ്ലേവർ കമ്പനിയുടെ പ്രൊഡക്റ്റിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ചിലപ്പോൾ വലിയ മാറ്റം തന്നെ വരുത്തിയേക്കും. റിച്ചാർഡ് അക്കാര്യം ജൂഡിയുമായി ഡിസ്കസ് ചെയ്തു. അതിന്റെ കുറച്ച് സാമ്പിൾ ഉണ്ടാക്കി നോക്കാൻ അവൻ തീരുമാനിച്ചു. ഒരു സ്പൈസി സീസൺഡ് സ്നാക്കായിരുന്നു റിച്ചാർഡിന്റെ ഐഡിയയിലുണ്ടായിരുന്നത്. തന്റെ ഐഡിയ ഒരുപാട് പേരോട് ഷെയർ ചെയ്യാൻ റിച്ചാർഡിന് താല്പര്യമില്ലായിരുന്നു. പക്ഷേ താനേറെ വിശ്വസിക്കുന്ന ക്ലാരൻസിനടുക്കൽ റിച്ചാർഡ് തന്റെ ഐഡിയ പറഞ്ഞു. ഒരുപക്ഷെ ഇത് സക്സസ് ആയാൽ നമ്മുടെ കമ്പനി രക്ഷപ്പെടുമെന്നും നമ്മുടെ ജോലിയൊക്കെ നിലനിർത്തി കിട്ടും എന്നും റിച്ചാർഡ് ക്ലാരൻസിനടുക്കൽ അറിയിച്ചു. പിന്നാലെ സാമ്പിൾ ഉണ്ടാക്കി നോക്കാനായി അവിടെ നിന്നും കുറച്ച് റോ മെറ്റീരിയൽ തരാമോ എന്ന മട്ടിലും അവൻ ചോദിച്ചു. ആദ്യഘട്ടത്തിൽ താൻ ഉദ്ദേശിക്കുന്ന പോലെ കുറച്ച് സാമ്പിൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കൊണ്ട് രുചിച്ചു നോക്കിപ്പിച്ച് അത് വർക്കാവുമോ ഇല്ലയോ എന്ന് റിച്ചാർഡിന് അറിയണമായിരുന്നു. എന്തായാലും ക്ലാരൻസിന്റെ സപ്പോർട്ട് ലഭിച്ചു. അതോടെ ജൂഡിയും റിച്ചാർഡും ചേർന്ന് നാച്ചുറൽ സ്പൈസസ് ഒക്കെ കണ്ടെത്തി അതുപയോഗിച്ച് ഫ്ലേവേഴ്സ് ഉണ്ടാക്കാൻ ആരംഭിച്ചു. ജൂഡി പറയുന്നതിനനുസരിച്ച് നിരവധി തവണ റിച്ചാർഡിന് കടയിൽ പോയി വരേണ്ടി വന്നു. പലതരം സ്പൈസസ് ചേർത്ത് അവർ പുതിയ ഫ്ലേവർ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തങ്ങൾക്ക് പൂർണ്ണമായി എന്ന് തോന്നൽ വന്ന ഒരു ഡിഷ് തങ്ങളുടെ ഇളയ മകൻ സ്റ്റീവനെ കൊണ്ട് തന്നെ അവർ ടെസ്റ്റ് ചെയ്യിപ്പിച്ചു. ഇതേ സമയം കമ്പനിയുടെ റിസർച്ച് ടീമും അത്തരത്തിൽ സ്പൈസിയായി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഉണ്ടാക്കിയത് മുഴുവൻ കെമിക്കൽ എസൻസ് വെച്ചുള്ള സംഗതികളായിരുന്നു. റിച്ചാർഡും ജൂഡിയും ഉണ്ടാക്കിയതുപോലെ നാച്ചുറലായ സംഗതികൾ ചേർത്തിട്ടല്ല അവരത് പരീക്ഷിച്ചത്. റിച്ചാർഡും ജൂഡിയും തുടർച്ചയായി തങ്ങളുടെ പരീക്ഷണങ്ങൾ തുടർന്നു. ഒടുവിൽ സ്റ്റീവൻ അഡിക്റ്റ് ആകുന്ന ഒരു ഫ്ലേവർ അവർ നോക്കിക്കണ്ടു. വൈകാതെ കമ്പനിയിൽ വീണ്ടും ഒരു കൂട്ടപ്പിരിച്ചുവിടലിനുള്ള സമയമായി. ഇനിയും താൻ പ്രവർത്തിച്ചില്ലെങ്കിൽ അപകടമാണ് എന്ന തരത്തിൽ റിച്ചാർഡിന് തോന്നി. പ്ലാൻ മാനേജർ ലോണിയെ കണ്ട് തന്റെ ഐഡിയ കൺവേ ചെയ്യാൻ റിച്ചാർഡ് ശ്രമിച്ചു. സിഇഒ റോജർ എൻറിക്കോയെ വിളിച്ച് ഇത് പറയാമോ എന്ന മട്ടിലായിരുന്നു അവൻ ചോദിച്ചത്. പക്ഷേ ലോണി അത് പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞു. ഒരു തൂപ്പുകാരനിൽ നിന്ന് ഐഡിയ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നും കമ്പനിക്കോ റോജറിനോ ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. റിച്ചാർഡിന് അത് വളരെയധികം അപമാനകരവും ദുഃഖകരവുമായി തോന്നി. പക്ഷേ തോറ്റു പിന്മാറാൻ റിച്ചാർഡ് ഒരുക്കമായിരുന്നില്ല. അന്ന് ഫാക്ടറി അടച്ചപ്പോ ലോണിയുടെ ഓഫീസിലേക്ക് കടന്നു കയറി റിച്ചാർഡ് സിഇഒയുടെ നമ്പർ സംഘടിപ്പിച്ചു. അടുത്ത ദിവസം രഹസ്യമായി റിച്ചാർഡ് സിഇഒയുടെ ഓഫീസിലേക്ക് വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത സിഇഒയുടെ സെക്രട്ടറി ഒരു ലോ ക്ലാസ് എംപ്ലോയി അങ്ങനെ നേരിട്ട് സിഇഒ വിളിക്കുന്നതിൽ വല്ലാതെ ആശ്ചര്യപ്പെട്ടിരുന്നു. പക്ഷേ കമ്പനിയുടെ അവസ്ഥയും റിച്ചാർഡിന്റെ ഇന്റൻഷനും ഒക്കെ മനസ്സിലാക്കിയതും റോജറിന് കോൾ കണക്ട് ചെയ്യാൻ ആ സെക്രട്ടറി തീരുമാനിച്ചു. അങ്ങനെ റിച്ചാർഡിന് സിഇഒ ആയ റോജറുമായി നേരിട്ട് സംസാരിക്കാൻ അവസരമൊരുങ്ങുകയായിരുന്നു. കിട്ടിയ അവസരം തന്റേതായി
തന്റേതായ രീതിയിൽ റിച്ചാർഡ് ഉപയോഗിച്ചു. താനൊരു മെക്സിക്കനാണെന്നും മെക്സിക്കക്കാർ അടക്കമുള്ള ലാറ്റിനോകൾക്ക് സ്പൈസി ഫുഡ്സ് ആണ് ഏറെ ഇഷ്ടമെന്നും നമ്മുടെ പ്രൊഡക്റ്റിൽ സ്പൈസി ഫ്ലേവേഴ്സ് തന്നെ ഇല്ലെന്നും അത്തരത്തിലൊന്ന് കൊണ്ടുവന്നാൽ അത് വളരെ വിജയമാവാൻ സാധ്യതയുണ്ട് എന്ന മട്ടിലും താൻ ഡെവലപ്പ് ചെയ്ത ഫ്ലേവറിനെ പറ്റിയുമൊക്കെ റിച്ചാർഡ് റോജറിനടുക്കൽ പറഞ്ഞു. കൂട്ടത്തിൽ റോജറിന്റെ വീഡിയോ കണ്ട് മോട്ടിവേറ്റ് ആയാണ് താൻ ഇത്തരത്തിലൊക്കെ പ്രവർത്തിച്ചത് എന്ന റിച്ചാർഡിന്റെ വാക്കുകൾ റോജറെ ഒന്നുകൂടി സ്പർശിച്ചിരുന്നു. എന്തായാലും റിച്ചാർഡിന്റെ സാമ്പിൾസ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ തന്നെ റോജർ തീരുമാനിച്ചു. വൈകാതെ റോജറിന്റെ ഓഫീസിൽ റിച്ചാർഡ് അയച്ച സാമ്പിൾസും എത്തി. നല്ല സ്പൈസി ആയിരുന്നെങ്കിലും റോജർ അത് രുചിച്ചു നോക്കി. അദ്ദേഹത്തിന് അത് കുഴപ്പമില്ലെന്ന് തോന്നി. അതിന്റെ ടേസ്റ്റ് വല്ലാതെ അഡിക്റ്റിംഗ് ആയിരുന്നു. വൈകാതെ റോജർ റിച്ചാർഡുമായി സംസാരിച്ചു. ഞാനത് ടേസ്റ്റ് ചെയ്തെന്നും നന്നായിരുന്നെന്നും 2 ആഴ്ചയിൽ താൻ റാഞ്ചോയിലുള്ള ഫ്രീറ്റോലെ പ്ലാന്റിലേക്ക് വരുമെന്നും അവിടെ വെച്ച് അതിനെപ്പറ്റി ഒരു പ്രസന്റേഷൻ നടത്തണം എന്നും റോജർ റിച്ചാർഡിനോട് ആവശ്യപ്പെട്ടു. വൈകാതെ ആ വിവരം ഫാക്ടറി മുഴുവൻ പരന്നു. പ്ലാന്റ് മാനേജർക്ക് അത്തരമൊരു സംഗതി നടന്നത് വല്ലാതെ രോഷമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഒരു ലോ ലെവൽ എംപ്ലോയി തന്റെ അറിവോ അനുവാദവുമില്ലാതെ സിഇഒയുമായി നേരിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നത് അയാളുടെ ഈഗോയെ തന്നെ ഹർട്ട് ചെയ്തിരുന്നു. കമാൻഡ് ഹൈറാർക്കി വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് മാനേജർ റിച്ചാർഡിനെ വല്ലാതെ ശകാരിച്ചു. പക്ഷേ കാര്യം മനസ്സിലാക്കാൻ റിച്ചാർഡിന് സാധിക്കുമായിരുന്നു. റിച്ചാർഡ് അതിലൊന്നും തളർന്നില്ല. ജോഡിയുടെ സഹായത്തോടെ പ്രസന്റേഷന് വേണ്ടി തയ്യാറെടുത്തു. കമ്പനിയിൽ ഇനിയൊരു പിരിച്ചുവിടൽ നടന്നാൽ അതെല്ലാവരുടെയും ജോലിയെ ബാധിക്കും എന്ന് റിച്ചാർഡ് ഭയന്നിരുന്നു. അങ്ങനെ പ്രസന്റേഷൻ ദിവസം എത്തി. സിഇഒയും സംഘവും എത്തിച്ചേർന്നിരുന്നു. കാര്യമായി പഠിച്ച രീതിയിൽ തയ്യാറായി വന്ന റിച്ചാർഡ് ആദ്യം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റിച്ചാർഡിന് അത് വഴങ്ങുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ തന്റെ തനതായ ലോക്കൽ ശൈലിയിൽ കമ്പനി ടീമിന്റെ മുമ്പിൽ പറ്റാവുന്ന പോലെ റിച്ചാർഡ് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതിനിടയിൽ ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ റിച്ചാർഡിനെ പരിഹസിച്ചിരുന്നു. പക്ഷേ റിച്ചാർഡ് അതിലൊന്നും തളർന്നതേയില്ല. താൻ പറയുന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ റിച്ചാർഡ് പറയാൻ ഉദ്ദേശിച്ച ആശയം അന്ന് വന്ന എല്ലാവരിലേക്കും എത്തിച്ചേർന്നിരുന്നു. മാർക്കറ്റ് ട്രെൻഡിനെ പറ്റിയോ ഒന്നും തന്നെ റിച്ചാർഡിന് അറിയില്ല. പക്ഷേ അദ്ദേഹം ഒരു സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്. റോജർ എൻറിക്കോയ്ക്ക് റിച്ചാർഡിന്റെ ആശയം ശ്രമിച്ചു നോക്കുന്നതിന് അത് തന്നെ ധാരാളമായിരുന്നു. സിഇഒ അങ്ങനെ സാമ്പിളായി ആദ്യഘട്ടത്തിൽ 5000 പാക്കുകൾ ഇറക്കുവാൻ വേണ്ടി ഉത്തരവിട്ടു. അതിന്റെ കച്ചവടവും മറ്റും നോക്കി ബാക്കി തീരുമാനിക്കാം എന്നായിരുന്നു ബോർഡിന്റെ തീരുമാനം. അങ്ങനെ ഫ്ലേമിംഗ് ഹോട്ട് എന്ന പേരിൽ ചീറ്റോയുടെ പുതിയ ഫ്ലേവർ മാർക്കറ്റിലേക്ക് എത്തി. പക്ഷേ അവർ ഉണ്ടാക്കിയ പുതിയ പ്രൊഡക്റ്റ് വിറ്റുപോകുന്നേ ഉണ്ടായിരുന്നില്ല. മാർക്കറ്റ് ഷെൽഫുകളിൽ തന്നെ അത് തുടർന്നു. ഒടുവിൽ ജെയിംസ് എന്ന പേരുള്ള കമ്പനി എക്സിക്യൂട്ടീവ് ആ എക്സ്പെരിമെന്റ് അങ്ങ് നിർത്തിയേക്കാം എന്ന് പോലും തീരുമാനിക്കുന്ന ഘട്ടം എത്തി. പക്ഷേ അതുണ്ടാക്കുന്ന പ്ലാന്റിന്റെ റെപ്രസെന്റേറ്റീവുകളായ ലോണിയും റിച്ചാർഡും അതിനെതിരെ പ്രതികരിച്ചു. അടുത്ത ഒരാഴ്ചത്തേക്ക് കൂടി അവസരം തരാൻ റിച്ചാർഡ് ആ എക്സിക്യൂട്ടീവിനോട് ആവശ്യപ്പെട്ടു. അതിനുള്ളിൽ എന്തെങ്കിലും പ്രവർത്തിക്കണം എന്ന് റിച്ചാർഡ് തീരുമാനിച്ചിരുന്നു. ഇല്ലെങ്കിൽ ഒരുപക്ഷെ കമ്പനി അടുത്ത ഘട്ടത്തിൽ അടച്ചുപൂട്ടുക അവരുടെ പ്ലാന്റ് തന്നെയാകും. ആ ഒരു ഘട്ടത്തിൽ റിച്ചാർഡ് സ്വയം സംശയിക്കാൻ പോലും തുടങ്ങിയിരുന്നു. തൂപ്പുകാരനായ തന്റെ ഐഡിയ മാർക്കറ്റിൽ സക്സസ് ആകുന്ന തരത്തിലുള്ള ഒന്നായിരിക്കില്ല എന്ന മട്ടിലുള്ള സെൽഫ് ഡൗട്ടുകൾ റിച്ചാർഡിന് തോന്നിത്തുടങ്ങിയിരുന്നു. പക്ഷേ അപ്പോഴും റിച്ചാർഡിന് ചുറ്റും സപ്പോർട്ടീവായ ആളുകളുണ്ടായിരുന്നു. റിച്ചാർഡ് വീണ്ടും ആലോചനകളിൽ മുഴുകി. ആ സമയം റിച്ചാർഡിന് വീണ്ടും ഐഡിയ വന്നെത്തുന്നത് റിച്ചാർഡിന്റെ തന്നെ മകനിൽ നിന്നുമായിരുന്നു. ചീറ്റോസ് ഫ്ലേമിംഗ് ഹോട്ട് എന്ന പേരിൽ പുറത്തിറങ്ങിയെങ്കിലും അതിനെപ്പറ്റി ആരും തന്നെ അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ലാറ്റിനോസിന്റെ ഇടയിൽ അതിനെപ്പറ്റിയുള്ള ഒരു ന്യൂസ് കൃത്യമായി എത്തിച്ചേർന്നിട്ടില്ല. അതങ്ങനെ എത്തിച്ചേർന്ന് അതിന്റെ രുചി അറിഞ്ഞാലല്ലേ അവരാ പ്രൊഡക്റ്റ് വാങ്ങൂ. അതിനു വേണ്ടത് ചെയ്യണം എന്ന് റിച്ചാർഡ് ആ നിമിഷം ഉറപ്പിച്ചു. അടുത്ത ദിവസം തന്നെ റിച്ചാർഡ് തന്റെ സുഹൃത്തുക്കളെ കാണാനെത്തി. ജോലി നഷ്ടപ്പെട്ട ടോണിയടക്കം വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. തന്നെ സഹായിച്ചാൽ ടോണിയുടെ പഴയ ജോലിയടക്കം തിരിച്ചു കിട്ടും എന്ന് റിച്ചാർഡ് ഉറപ്പുകൊടുത്തു. ടോണിയും സംഘവും റിച്ചാർഡിനെ സഹായിക്കാൻ കൂടെ കൂടി. അവർ നേരെ ഫാക്ടറിയിലേക്ക് എത്തി. ഫാക്ടറി വർക്കേഴ്സിനെ വിളിച്ചുകൂട്ടി തങ്ങളുടെ ഫാക്ടറിയിലാണ് ആ പുതിയ പ്രൊഡക്റ്റ് ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്നും അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് സക്സസ് ആയാൽ നമ്മുടെ ഫാക്ടറിയും വലിയ തോതിൽ സക്സസ് ആവുമെന്നും ആരുടെയും ജോലി പോവില്ല. അതുകൊണ്ട് ആ പുതിയ ഫ്ലേവർ പ്രൊമോട്ട് ചെയ്യാൻ അവർ വേണ്ടതൊക്കെ ചെയ്യണം എന്നും തന്റെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും റിച്ചാർഡ് ആവശ്യപ്പെട്ടു. പിന്നാലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഫ്ലേമിംഗ് ഹോട്ട് ചീറ്റോസ് അവർ ഉദ്ദേശിക്കുന്ന മാർക്കറ്റായ ലാറ്റിനോ കമ്മ്യൂണിറ്റിക്കിടയിൽ അഡ്വർടൈസ് ചെയ്യാനും രുചിക്കുവാൻ കൊടുക്കാനുമൊക്കെ അവർ ആരംഭിച്ചു. അത് വളരെ വലിയൊരു മാറ്റത്തിന് തന്നെയായിരുന്നു വഴിവെച്ചത്. റിച്ചാർഡ് സ്വപ്നം കണ്ട ആ സംഭവം നടക്കുക തന്നെ ചെയ്തു. ഫ്ലേമിംഗ് ഹോട്ട് ചീറ്റോസിന്റെ വിൽപ്പന തകൃതിയായി വർദ്ധിച്ചു വന്നു. സെയിൽ റിപ്പോർട്ട് ഉയരുന്നതറിഞ്ഞതും ഒടുവിൽ റോജർ എൻറിക്കോ സിഇഒ ഒരു തീരുമാനമെടുത്തു. പ്രൊഡക്റ്റ് പരീക്ഷണാർത്ഥത്തിൽ നിന്ന് മാറ്റി വ്യാപകമായി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു. 5 മില്യൺ പാക്കറ്റുകൾ
ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഉത്തരവ് റോജർ വിളിച്ചു പറഞ്ഞതുപോലും റിച്ചാർഡിനെ നേരിട്ടായിരുന്നു. അതും റിച്ചാർഡ് വർക്ക് ചെയ്യുന്ന അതേ ഫാക്ടറിയിൽ നിന്ന് തന്നെ പ്രൊഡക്ഷൻ ആരംഭിക്കണം. പക്ഷേ നിലവിൽ അത്രയധികം എംപ്ലോയീസ് ഉണ്ടായിരുന്നില്ല. അതോടെ ഫാക്ടറിക്ക് ആ മാസ് പ്രൊഡക്ഷനു വേണ്ടി പിരിച്ചുവിട്ട എംപ്ലോയീസിനെ മുഴുവൻ തിരിച്ചെടുക്കേണ്ടി വന്നു. ടോണി അടക്കമുള്ള റിച്ചാർഡിന്റെ കൂട്ടുകാരും കമ്പനിയിൽ ജോലിക്ക് എത്തി. പിന്നീട് 6 മാസക്കാലം കടന്നുപോയി. കമ്പനിയുടെ അവസ്ഥ സ്റ്റേബിളായി കഴിഞ്ഞിരുന്നു. ഫ്ലേമിംഗ് ഹോട്ട് ചീറ്റോസ് വളരെ വലിയ മാർക്കറ്റ് തന്നെ പിടിച്ചെടുത്തു. സാമ്പത്തിക മാന്ദ്യത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് കമ്പനി തിരികെ എത്തി. എന്തിനേറെ പറയുന്നു, ക്ലാരൻസിന് ഏറ്റവും ഒടുവിൽ പുതിയ പ്ലാൻ മാനേജറായി പ്രൊമോഷൻ ലഭിച്ചു. പക്ഷേ റിച്ചാർഡിന്റെ കാര്യം അപ്പോഴും കഷ്ടത്തിൽ തന്നെയായിരുന്നു. തന്റെ ഈ പ്രവൃത്തികൾ കൊണ്ട് ഒരു മെഷീൻ ഓപ്പറേറ്ററായി തൂപ്പുകാരനിൽ നിന്ന് തനിക്ക് പ്രൊമോഷൻ കിട്ടും എന്ന് റിച്ചാർഡ് കരുതിയിരുന്നു. റിച്ചാർഡിനെ തേടി കുറച്ചധികം കാത്തിരുന്നിട്ടും അത്തരമൊരു ഓഫർ വന്നതേയില്ല. ഒരിക്കൽ റിച്ചാർഡിനോട് മുകൾ നിലയിലെ മുറി വൃത്തിയാക്കാൻ പറഞ്ഞ് ഉദ്യോഗസ്ഥൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. അവിടെത്തിയ റിച്ചാർഡ് നേരിട്ട് കണ്ടത് തന്റെ മുന്നിൽ നിൽക്കുന്ന കമ്പനി സിഇഒ ആയ റോജറിനെയായിരുന്നു. റോജർ ആ നിമിഷം റിച്ചാർഡിന് ഒരു പ്രൊമോഷൻ ഓഫർ ചെയ്തു. അത് പക്ഷേ വെറുമൊരു മെഷീൻ ഓപ്പറേറ്റർ ആയിട്ടായിരുന്നില്ല, മറിച്ച് കമ്പനിയുടെ തന്നെ ഡയറക്ടർ ബോർഡിലെ ഒരു അംഗമായിട്ടായിരുന്നു. ഒരു ഡയറക്ടറായിട്ട്, കൃത്യമായി പറഞ്ഞാൽ മൾട്ടി കൾച്ചറൽ മാർക്കറ്റിംഗിന്റെ ഡയറക്ടറായിട്ട്. റിച്ചാർഡ് സ്വപ്നം കണ്ടതിലും വലിയ ഒരു പ്രൊമോഷനായിരുന്നു അത്. ചീറ്റോസിനു വേണ്ടി കൂടുതൽ ഫ്ലേവറുകൾ കണ്ടെത്താനും അത് ഡെവലപ്പ് ചെയ്യാനും പൂർണ്ണ ഉത്തരവാദിത്തം റോജർ റിച്ചാർഡിനെ ഏൽപ്പിച്ചു. റിച്ചാർഡിന്റെ കോൺട്രിബ്യൂഷനും അവന്റെ നേട്ടത്തിനും കമ്പനിയിലെ എംപ്ലോയീസ് മുഴുവനും സന്തോഷത്തോടെ അവനെ അഭിനന്ദിച്ചു. അങ്ങനെ ഒരു തൂപ്പുകാരനിൽ നിന്നും ഡയറക്ടറിലേക്കുള്ള വളർച്ച റിച്ചാർഡ് തന്റെ ഭാര്യയെ വിളിച്ചറിയിച്ചു. ഏറെ സന്തോഷത്തോടെയായിരുന്നു അവരത് കേട്ടത്. പിന്നീട് അങ്ങോട്ടേക്കും റിച്ചാർഡ് കഠിനമായി അധ്വാനിച്ചു. ചീറ്റോസിന്റെ മാർക്കറ്റ് തന്നെ അദ്ദേഹം വളരെയധികം വിപുലീകരിച്ചു. റിച്ചാർഡ് അറിയപ്പെട്ടതുപോലും പിന്നീട് ലാറ്റിനോ മാർക്കറ്റിന്റെ ഗോഡ്ഫാദർ എന്ന പേരിലായിരുന്നു. ഒരു ഘട്ടത്തിൽ പെപ്സിക്കോ കമ്പനിയിലെ ടോപ്പ് എക്സിക്യൂട്ടീവായി വരെ റിച്ചാർഡ് മാറി. തന്റെ 42 വർഷത്തെ നീണ്ട സേവനത്തിനൊടുവിൽ 2019 അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും റിച്ചാർഡിനൊപ്പം എന്നും ജോഡിയുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ റിച്ചാർഡിന്റെ ജീവിതകഥ പറഞ്ഞ രസകരമായ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.